അച്ഛൻ അവിടെ കരിമീൻ ചൂണ്ടിപ്പിടിക്കുന്നുണ്ട്, കിട്ടി തുടങ്ങിയിട്ടുണ്ട്, വേഗം വായോ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇന്ന് വണ്ടി എടുത്തിട്ട് വേഗം പോയിട്ടാ. വീട്ടിൽ പോയപ്പോൾ അവിടെ ആരും കാണാനില്ല, അമ്മ അവിടെ ഇല്ലയെന്ന് തോന്നുന്നു, അമ്മ മാമൻ്റെ അവിടെ പോയൊക്കെ തോന്നുന്നു. പിന്നെ നാത്തൂനും കുട്ടികളും ഒന്നും ഇവിടെ കാണാനില്ല, ആരും കാണാനില്ല. അപ്പോൾ വീടിൻ്റെ സൈഡിലൂടെ പുഴയുടെ അവിടേക്ക് പോയി നോക്കാം, അച്ഛൻ അവിടെ ഇരുന്ന് ചൂണ്ടറുണ്ടാവും. അപ്പം ഞങ്ങൾ മെല്ലെ മെല്ലെ അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ 2 ദിവസം മുന്നേ അച്ഛൻ കൊടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കരിമീൻ, അപ്പോൾ അത് ഇന്ന് വറുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിൽ ആർക്കും അങ്ങനെ കാര്യമായിട്ട് കരിമീൻ ഇഷ്ടമല്ല, അനിയൻ്റെ മോന് മാത്രമാണ് കരിമീൻ ഇഷ്ടമുള്ളൂ കേട്ടോ. അപ്പോൾ അവന് 1-2 വെച്ചിട്ട് ബാക്കി ഞങ്ങൾ കൊണ്ടുപോകാറാണ് പതിവ്. അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ ചൂണ്ടുന്നത്. അപ്പോൾ 3-4 കിട്ടിയിട്ടുണ്ട്. ഏറ്റവും വരുന്നുള്ളൂ, വെള്ളമൊക്കെ വന്നതിൻ്റെ ശേഷം, വെള്ളം നന്നായി പൊങ്ങിയതിന് ശേഷം ഇനി അടുത്തത് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഒന്ന് നല്ല വലുതാണ്. അപ്പോൾ ഞാൻ വന്നതിൻ്റെ ശേഷം അച്ഛൻ മീനൊന്നും കിട്ടുന്നില്ല. എൻ്റെ കലപ്പിലെ ശബ്ദം കേട്ടിട്ട് മീനൊന്നും വരുന്നില്ല, കുത്തണില്ല എന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരിക്കാനാണ് എന്നോട് പറയാനിട്ട്. അപ്പോൾ ഞാൻ മിണ്ടാതിരിക്കുകയാണ്. അപ്പോൾ അതേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മീൻ കിട്ടിയിട്ടാ. അത്ര വലുതല്ല, ഒരിടത്ത്. ഓരോ മീൻ കിട്ടുമ്പോഴും അച്ഛന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കണ്ടില്ലേ, ഇതൊക്കെ ഫോണിൽ കാണാൻ പറ്റുമോ, യൂട്യൂബിൽ വരുമോ എന്നൊക്കെയാണ് അച്ഛൻ ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ കിട്ടി. അപ്പോഴേക്കും രജുവേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, വീടിൻ്റെ ചാവിയായിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ അധികം നേരം വെയിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ കിട്ടിയതൊക്കെ സഞ്ചിയിലാക്കിയിട്ട് ഞാനും മോളും വേഗം തന്നെ പോന്നു കേട്ടോ വീട്ടിലേക്ക്. ഇനി കിട്ടുകയാണെങ്കിൽ വിളിക്കുക, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക എന്നും പറഞ്ഞിട്ട് കിട്ടിയതായിട്ട് ഞാൻ വേഗം തന്നെ വീട്ടിലേക്ക് പോയിട്ടാ.